മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ അധികാരത്തിനായുള്ള വടംവലികൾ എല്ലാ മേഖലകളിലും തന്നെ കാണുവാൻ കഴിയും. രാജ്യങ്ങൾ തമ്മിലും സഹോദരങ്ങൾ തമ്മിലും പദവികൾക്കും സിംഹാസനങ്ങൾക്കും വേണ്ടി പോരടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാമും ജീവിക്കുന്നത്. അധികാരം ലഭ്യമായ ശേഷം നടത്തുന്ന അഹങ്കാരത്തിന്റെയും ആധിപത്യത്തിന്റെയും പ്രകടനങ്ങളും ദുർവിനിയോഗങ്ങളും നാം കാണാറുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായ സവിശേഷമായ ഒരു ആധികാരികതയെക്കുറിച്ചാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വേദഭാഗത്ത് നാം കാണുന്നത്. ക്രിസ്തുവിന്റെ ആധികാരികത. ഒരു ശബ്ദത്തിൽ യേശു കഫർന്നഹൂമിലെ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ ജനമെല്ലാം വിസ്മയഭരിതരായി. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എപ്പോഴും ശാസ്ത്രിമാരുടെ ഉപദേശങ്ങൾ കേൾക്കുന്ന ജനമാണ് അവിടെ കൂടി വന്നത്. നിയമത്തെക്കുറിച്ച് ആഴത്തിൽ അറിവുള്ളവരും അത് പഠിപ്പിക്കുന്നവരുമായിരുന്നു ശാസ്ത്രിമാർ. ദൈവകൽപ്പനകൾ വ്യാഖ്യാനിച്ച് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നവർ എന്ന നിലയിൽ സമൂഹത്തിലെ തെറ്റും ശരിയും നിശ്ചയിച്ചിരുന്നതും അവരായിരുന്നു എന്ന് പറയപ്പെടുന്നു. അവർ എല്ലായ്പ്പോഴും പഴയ നിയമമോ മറ്റു പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളോ ഉദ്ധരിച്ച് മാത്രമാണ് സംസാരിച്ചിരുന്നത്. പരീശന്മാരുടെ പിൻബലത്തോടെ തിരുവെഴുത്തുകൾക്ക് വ്യാഖ്യാനം നൽകിയിരുന്ന അവരുടെ ആധികാരികതയ്ക്ക് ഒരു പരിധി ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമായി യേശു സ്വന്തം അധികാരത്തിലാണ് സംസാരിച്ചത്. അവന്റെ വചനങ്ങൾ കേൾവിക്കാരുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞു. കാരണം അത് കേവലം അറിവല്ല, മറിച്ച് ജീവനുള്ള ദൈവത്തിന്റെ സ്വരമായിരുന്നു. അതാണ് അവരെ വിസ്മയിപ്പിച്ചത്. ആ പള്ളിയിൽ ഉണ്ടായിരുന്ന അശുദ്ധ ബാധിതനായ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് നിലവിളിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധനായ നീ എന്തിനാണ് ഞങ്ങളെ നശിപ്പിക്കുന്നത് എന്ന് ചോദിച്ച അവനിലെ ദുഷ്ടാത്മാവിനെ മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന ഒറ്റ ശാസനയിലൂടെ പുറത്താക്കുവാൻ കർത്താവിന് സാധിച്ചു. ദുഷ്ടശക്തികളുടെ മേൽ അധികാരമുള്ള തിന്മയെ കീഴടക്കുന്ന കർത്താവിനെ ഇവിടെ കാണുവാൻ കഴിയും. യേശുവിന്റെ ആധികാരികത ആരെയെങ്കിലും അടിച്ചമർത്തുന്നതിനല്ല, മറിച്ച് മനുഷ്യനെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിനായിരുന്നു. അശുദ്ധാത്മബാധിതന് കർത്താവ് പുതിയൊരു ജീവിതമാണ് നൽകിയത്. നമ്മുടെ ഹൃദയങ്ങളെയും ഒന്ന് ശോധന ചെയ്യാം. ദൈവവചനത്തിന്റെ വെറും കേൾവിക്കാർ മാത്രമാണോ ഞാനും നിങ്ങളും? അതോ ആ അധികാരമുള്ള വചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരോ? ലോകത്തിന്റെ അധികാരം പലപ്പോഴും മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനും പിടിച്ചടക്കാനുമുള്ളതാണെങ്കിൽ ക്രിസ്തുവിന്റെ അധികാരം മറ്റുള്ളവരെ പുനരുജ്ജീവിപ്പിക്കാനുള്ളതാണെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നതും രോഗികളെ സൗഖ്യമാക്കുന്നതും കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതും വിശന്നവരെ തൃപ്തിപ്പെടുത്തുന്നതും സമൂഹം അകറ്റി നിർത്തിയവരെ ചേർത്ത് നിർത്തുന്നതും മാത്രമല്ല, അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നതും പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിന്റെയും ഒക്കെ ദൃഷ്ടാന്തങ്ങൾ സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ ആധികാരികത ജീവന്മേലും മരണത്തിന്മേലും ഒതുങ്ങുന്നതല്ല. പ്രകൃതി ശക്തികളുടെ മേലും പാപത്തിന്മേലും രോഗത്തിന്മേലും ദുഷ്ടാത്മ സേനയുടെ മേലും മാത്രമല്ല, ന്യായം വിധിക്കാനും അധികാരമുള്ളവനായ കർത്താവിനെയാണ് നാം തിരുവചനത്തിലൂടെ ദർശിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. പണമെറിഞ്ഞോ ആരെയെങ്കിലും പ്രീതിപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ നേടിയെടുത്തതല്ല, ഉയരത്തിൽ നിന്ന് പിതാവാം ദൈവത്തിൽ നിന്ന് തന്നെ ലഭ്യമായതാണ് കർത്താവിന്റെ അധികാരം. അതാണ് ക്രിസ്തുവിന്റെ ആധികാരികത. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ നൽകിയിരിക്കുന്നുവെന്ന് യോഹന്നാൻ സാക്ഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും ഒക്കെ അടയാളമായി അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടുന്ന ഈ കാലത്ത് ദാസ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ആധികാരികതയാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്ന് നമ്മുടെ നിയന്ത്രണം ആരുടെ കൈകളിലാണ്? ആരുടെ അധികാരത്തിന് കീഴിലായിരിക്കാനാണ് നാം ഇഷ്ടപ്പെടുക? ദേഷ്യവും കോപവും അഹംഭാവവും അസൂയയും ചതിയും പാപചിന്തകളും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനാകാത്തതും അങ്ങനെ പലവിധമായ അശുദ്ധാത്മാക്കൾ നമ്മുടെ ഉള്ളിലും പിടിമുറുക്കുന്നുണ്ടാവാം. എന്നാൽ യഥാർത്ഥമായി കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ആ വചനങ്ങൾക്കായി ഹൃദയം തുറക്കുമെങ്കിൽ, തീർച്ചയായും നമ്മെ ശുദ്ധീകരിക്കുവാനും സൗഖ്യമാക്കുവാനും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും കർത്താവിന് കഴിയും. ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന കർത്തൃവചനം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ പ്രിയരെ, ഒരു വലിയ നിയോഗം നൽകി കർത്താവ് നമ്മയും അയച്ചിരിക്കുകയാണ്. ആ ബോധ്യത്തോടെ ആധികാരികതയോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? നോമ്പ് നോൽക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഇടപെടലുകളും പ്രവൃത്തികളും എങ്ങനെയുള്ളതാണ് എന്ന് പരിശോധിക്കാം. എന്റെയും നിങ്ങളുടെയും വാക്കുകൾ കൂടപ്പിറപ്പിന്റെ
അയൽക്കാരന്റെ ചുറ്റുപാടുമുള്ളവരുടെയൊക്കെ മുറിവുണക്കുവാൻ പര്യാപ്തമാണോ? അതോ അവരെ തകർത്ത് കളയുന്നുവോ? അധികാരം സ്നേഹത്തിലൂടെയാണ് പ്രകടമാക്കേണ്ടത് എന്ന് യേശു ഇന്നും ഓർമ്മിപ്പിക്കുന്നു. ആ ബലമുള്ള കൈക്കീഴ് ഒന്ന് താണിരിക്കാം. അധികാരമുള്ള ക്രിസ്തുവിന്റെ ശിഷ്യരും സ്നേഹിതരും എന്ന ആധികാരികതയോടെ ജീവിത സരണിയിൽ പ്രവർത്തന നിരതരാകാം. ദൈവനാമം മഹത്വപ്പെടുത്താം. ഇരുളിൽ വെളിച്ചങ്ങളായി ശോഭിക്കാം. യേശുനാഥൻ അരുളി ചെയ്യുന്നു, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ആധികാരികമായ വചനത്താൽ ഞങ്ങളുടെ ജീവിതത്തിലെ തിന്മയുടെ ബന്ധനങ്ങളെ അലിയിക്കണമേ. ഭൗതികമായ അധികാരമോഹങ്ങൾ വെടിഞ്ഞ് അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.